ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു +2 ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ സ്ഥാപനത്തിൻ്റെ സിദ്ധാന്തം, ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക്കിൻ്റെ പേരാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മറ്റൊരു പേരാണ് ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ സ്ഥാപനത്തിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ലാഭം പരമാവധിയാകൽ. ഈ രണ്ട് വാക്കുകളും പഠിച്ചു വെക്കണം. രണ്ട് രീതിയിലും ചോദ്യം വരും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് ചോദിക്കാം, ഇക്വിലിബ്രിയം എന്ന് ചോദിക്കാം. ലാഭം പരമാവധിയാകുന്നത് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലെത്തുന്നത്, ഈ രണ്ട് രീതിയിലും ചോദ്യം വരാം. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേരെന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓർ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ സ്ഥാപനത്തിൻ്റെ ലാഭം പരമാവധിയാകൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സന്തുലിതാവസ്ഥ. ഓക്കെ, we know that the main objective of the producer is to maximize the profit level of his firm. ഏതൊരു പ്രൊഡ്യൂസർ, ഏതൊരു ഉൽപ്പാദകൻ്റെയും ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക എന്നാണ്. The output level at which maximizes profit is called equilibrium of a firm. അതായത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഏത് ലെവൽ, എത്ര ഉൽപ്പന്നം വിൽക്കുമ്പോഴാണോ അവിടെയാണ് ഒരു പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലെത്തുന്നത്. അതായത് കൂടുതൽ ഔട്ട്പുട്ട്, കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വേണം, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുകയും വേണം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുകയും വേണം. ആ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഒരു പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലെത്തുക അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ആ പോയിന്റ് ഓർത്ത് വെക്കണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അതായത് TR മൈനസ് TC. TR എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനം, TC എന്ന് പറഞ്ഞാലോ മൊത്തം ചെലവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ TR TC. TRും TCയും തമ്മിലുള്ള വ്യത്യാസം, അതായത് TRൽ നിന്ന് TC കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് സിംബോളിക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് പൈ എന്ന ലെറ്റർ. ഓക്കെ, പൈ ഈക്വൽ ടു TR മൈനസ് TC. മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നതിന് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ എത്തുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ടോപ്പിക്കിന് കീഴിൽ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ സ്ഥാപനത്തിൻ്റെ ലാഭം പരമാവധിയാകുന്നത് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ എത്തുന്നതിനുള്ള നിബന്ധനകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്, ചിത്രമായിട്ട് ഡയഗ്രമായിട്ട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് മാർജിനൽ കോസ്റ്റ്, ദാറ്റ് ഈസ് MC, സീമാന്ത ചെലവ് മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ, ദാറ്റ് ഈസ് MR. MC എന്തിന് ഈക്വൽ ആയിരിക്കണം? MRന് ഈക്വൽ ആയിരിക്കണം. MC എന്ന് പറഞ്ഞാൽ സീമാന്ത ചെലവ്, MR എന്ന് പറഞ്ഞാലോ സീമാന്ത വരുമാനം. അപ്പോൾ എന്താണ്? മാർജിനൽ കോസ്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ. അത് നമുക്ക് എങ്ങനെ എഴുതാം? MR ഈക്വൽ ടു MC. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, ഇക്വിലിബ്രിയത്തിനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ആണ് MC ഈസ് നോൺ ഡിക്രീസിങ്. ഇൻ അതർ വേർഡ്സ് MC കർവ് കട്ട്സ് MR കർവ് ഫ്രം ബിലോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ നിബന്ധന MC കർവ് കുറയാതിരിക്കണം, MC കുറയാൻ പാടില്ല. എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? MC കർവ് MR കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം. ഓക്കെ, താഴെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കണ്ടീഷനെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം. സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിൻ്റെ MR കർവും AR കർവും പ്രൈസ് ലൈനും എന്തായിരിക്കും? X അക്ഷത്തിന് ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലേ? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ്, ഒരു നേർരേഖയായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ X ആക്സിസിൽ ഔട്ട്പുട്ട് ആണ് കൊടുത്തിട്ടുള്ളത്, ഉൽപ്പന്നം. Y ആക്സിസിലോ കോസ്റ്റ് ആൻഡ് റവന്യൂ, അതായത് വരുമാനവും ചെലവുമാണ്. കാരണം നമ്മളിവിടെ കോസ്റ്റ് കർവ് വരയ്ക്കുന്നുണ്ട്, അതുപോലെ റവന്യൂ കർവുകളാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് Y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ,
വരുമാനം ചെലവായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എം സി കർവാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. 2 പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് എം സി എന്ത് ചെയ്യുന്നു, എം ആറിന്റെ താഴേക്ക് വരുന്നു, പിന്നെയോ ഒരു പരിധി കഴിഞ്ഞാൽ എം സി എം ആറിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എം സി ഈക്വൽ ടു എം ആർ ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇവിടെ എ എന്ന പോയിന്റ് മാർക്ക് ചെയ്തത് കണ്ടോ? ആ പോയിന്റിൽ വെച്ചിട്ട് എം സിയും എം ആറും ഈക്വൽ ആയിട്ടുണ്ട്. ആ സമയത്തുള്ള ഉൽപ്പന്നം എത്രയാണ്? OQ1 ആണ്. അതായത് ആ എ എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ഡോട്ട് ലൈൻ കൊടുത്തു. അവിടെയുള്ള ആ ഔട്ട്പുട്ട് നോക്കിക്കേ, OQ1 ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇക്വിലിബ്രിയം? അല്ല, ഇവിടെ വെച്ചിട്ടല്ല ഒരു സ്ഥാപനം ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലാഭം പരമാവധിയാക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എം സി കുറയാതിരിക്കണം. എം സി ഒരിക്കലും കുറയാൻ പാടില്ല. പിന്നെ എന്താവണം? എം സി എം ആറിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം. അപ്പോൾ ഒന്നാമത്തെ ആ പോയിന്റ് കണ്ടോ, എ എന്ന് പറഞ്ഞ പോയിന്റ്, അവിടെ വെച്ചിട്ട് എം സി എം ആറും ഈക്വൽ ആവുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ആവുന്നുണ്ടോ? ഇല്ല, എം സി കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ എം സി കട്ട് ചെയ്തിട്ട് എം ആറിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ആ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, 2 നിബന്ധനകളും ഉൾക്കൊള്ളുന്നത് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ്? ബി എന്ന പോയിന്റിൽ വെച്ചിട്ടാണ്. നോക്കിക്കേ, ബി എന്ന പോയിന്റിൽ വെച്ച് വീണ്ടും എം സിയും എം ആറും തമ്മിൽ ഈക്വലായി. പിന്നെയോ രണ്ടാമത്തെ കണ്ടീഷനോ? എം സി എം ആറിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയി. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ബി എന്ന പോയിന്റിൽ വെച്ചിട്ടാണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എത്രയാണ്? OQ2 ആണല്ലേ. OQ2 എന്ന ഔട്ട്പുട്ടിലാണ് ഇവിടെ ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്. സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. OQ2 ആണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. സന്തുലിതാവസ്ഥയിലുള്ള ഉൽപ്പന്നമാണ് OQ2. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ നോക്കേണ്ടത് മൂന്നാമത്തെ കണ്ടീഷൻ. 3 കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനിൽ 2 കേസുകളാണ് പഠിക്കാനുള്ളത്. 2 സന്ദർഭങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദർ ആർ 2 കേസസ് ഇൻ മൂന്നാമത്തെ കണ്ടീഷനിൽ കേട്ടോ. മൂന്നാമത്തെ കണ്ടീഷനിൽ 2 സാഹചര്യങ്ങളത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് ഷോർട്ട് റണ്ണ്, ഹ്രസ്വ കാലയളവിലെ കാര്യം. അതുപോലെ ഇൻ ദി ലോങ് റണ്ണ്, ദീർഘകാലയളവിലെ കാര്യം. ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ 2 സിറ്റുവേഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻ ദി ഷോർട്ട് റണ്ണ്, ഹ്രസ്വ കാലയളവിൽ. ഒന്ന് ഇൻ ദി ലോങ് റണ്ണ് അല്ലെങ്കിൽ ദീർഘകാലയളവിൽ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ദി ഷോർട്ട് റൺ. In the short run, market price must be greater than or equal to short run average variable cost. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആലോചിച്ച് വെക്കണം. അതായത് ഹ്രസ്വ കാലയളവിൽ എപ്പോഴാണ്, അല്ലെങ്കിൽ ഹ്രസ്വ കാലയളവിലെ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? കമ്പോള വില, അതായത് പി, പ്രൈസിനെ സൂചിപ്പിക്കുന്നത് പി എന്നാണ്. പി എന്തിന് തുല്യമോ അല്ലെങ്കിൽ എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? ഹ്രസ്വകാല ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? വില എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ AVCയേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിലോ AVCക്ക് തുല്യമായിരിക്കണം. ഇവിടെ എസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് റൺ എന്നാണ്, ഹ്രസ്വകാലം. നമ്മൾ SAC എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു, SMC എന്നൊക്കെ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് റൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനിൽ ഒന്നാമത്തെ കേസ് എന്താണ്? ഷോർട്ട് റണ്ണിൽ കണ്ടീഷൻ എന്താണ്? P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SAVC. പ്രൈസ് AVCയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ AVCക്ക് തുല്യമോ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ, അതിൽ ബി കേസ് ഏതാണ്? ഇൻ ദി ലോങ് റണ്ണ്. മൂന്നാമത്തെ കണ്ടീഷനിൽ ലോങ് റണ്ണിൽ എന്തായിരിക്കണം? മാർക്കറ്റ് പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഇവിടെ എന്തായിരിക്കണം? പ്രൈസ് ഒന്നെങ്കിൽ LRAC. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് റൺ എന്നാണ്. LR എന്ന് പറഞ്ഞാൽ ലോങ് റൺ എന്താണ്? AC എന്ന് പറഞ്ഞാലോ ആവറേജ് കോസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനിൽ ലോങ് റണ്ണിൽ എങ്ങനെ വേണം? പ്രൈസ് LRAC ദീർഘകാല ശരാശരി ചെലവിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് തുല്യമോ ആയിരിക്കണം. താഴെ ഞാൻ അത് ലെറ്റർ ബൈ കൊടുത്തിട്ടുണ്ട്. P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കണ്ടീഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 കണ്ടീഷൻസ് ഓക്കെ ആണോ? ഫസ്റ്റ് കണ്ടീഷൻ MC ഈക്വൽ ടു MR. രണ്ടാമത്തെ കണ്ടീഷൻ MC is non decreasing, that is MC curve cut MR curve from below. MC കുറയാതെ ഇരിക്കണം എന്ന് വെച്ചാൽ MC കർവ് MR കർവിനെ കട്ട് ചെയ്ത് താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം.
മൂന്നാമത്തെ കണ്ടീഷനിലോ അവിടെ രണ്ട് സാഹചര്യം പഠിക്കാനുണ്ട്. ഒന്ന് ഇൻ ദി ഷോർട്ട് റൺ, ഹ്രസ്വ കാലയളവിൽ എന്തായിരുന്നു? പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SAVC, വില AVCയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ AVCക്ക് തുല്യമോ ആയിരിക്കണം. അതിലെ ലോങ് റണ്ണിലെ അവസ്ഥ എന്തായിരുന്നു? അതായത് ദീർഘകാലയളവിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC, വില ഒന്നെങ്കിൽ ദീർഘകാല ശരാശരി ചെലവിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് തുല്യമോ ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് കണ്ടീഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസും അതിൻ്റെ ഡയഗ്രാംസും ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളൂ, ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിൽ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞല്ലോ. AB സിറ്റുവേഷൻ. A എന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ ഹ്രസ്വ കാലയളവിൽ, B എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ദീർഘകാലയളവിൽ. ഈ രണ്ട് കണ്ടീഷൻസും ഞാൻ ഡയഗ്രാം ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ A എന്ന് പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് റണ്ണിലെ ആ കണ്ടീഷൻ നമ്മൾ പഠിച്ചില്ലേ, പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SAVC, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയഗ്രാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡയഗ്രാം ഒരു കാരണവശാലും തെറ്റിപ്പോവരുത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ SAVC വരച്ചിട്ടുണ്ട്, SMC വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഡയഗ്രാം കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അതുപോലെ B സിറ്റുവേഷൻ ഏതായിരുന്നു? ലോങ് റണ്ണിലെ കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC, വില എന്തിന് തുല്യമോ അല്ലെങ്കിൽ എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? ദീർഘകാല ശരാശരി ചെലവിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ LRACയും LRMCയും വരച്ചിട്ടുണ്ട് കർവുകൾ. ഓക്കെ ആണല്ലോ, യു ഷേപ്ഡ് കർവാണ് കേട്ടോ. യു ഷേപ്ഡ് കർവാണ്, യു ആകൃതിയിലുള്ള വക്രങ്ങളാണെന്ന് നമുക്കറിയാം. ഓക്കെ, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന് അതായത് ഷോർട്ട് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ അബ്നോർമൽ പ്രോഫിറ്റ്, അസാധാരണ ലാഭം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ അബ്നോർമൽ പ്രോഫിറ്റ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ ഒരു സ്ഥാപനത്തിൻ്റെ അസാധാരണ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ കിട്ടുന്നതിലും അധികമുള്ള ലാഭത്തിനെയാണ് അസാധാരണ ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന്, ഒരു ഫേമിന് ഷോർട്ട് റണ്ണിൽ മാത്രം, ഹ്രസ്വ കാലയളവിൽ മാത്രമാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ്, അസാധാരണ ലാഭം ലഭിക്കുകയുള്ളൂ. ലോങ് റണ്ണിൽ, ദീർഘകാലയളവിൽ സാധാരണ ലാഭം, നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസാധാരണ ലാഭം, സാധാരണയിലും കൂടുതൽ കിട്ടുന്ന ലാഭമാണ്. എന്നാൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ സാധാരണ ലാഭം, സാധാരണ കിട്ടുന്ന ലാഭം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സാമിന് നിങ്ങളോട് ചോദിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു ഫേമിന്, ഒരു സ്ഥാപനത്തിന് ഹ്രസ്വ കാലയളവിൽ അസാധാരണ ലാഭം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക എന്ന് ചോദിക്കും. മറ്റൊരു രീതിയിലും ചോദിക്കാം. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന് ദീർഘകാലയളവിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അസാധാരണ ലാഭം ലഭിക്കും. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങളോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഹ്രസ്വ കാലയളവിൽ മാത്രമേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അസാധാരണ ലാഭം ലഭിക്കുകയുള്ളൂ. എന്നാൽ ദീർഘകാലയളവിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒരിക്കലും കിട്ടില്ല, അസാധാരണ ലാഭം ഒരിക്കലും കിട്ടില്ല. മറിച്ച് സാധാരണ ലാഭം, നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? സിമ്പിളാണ്. കാരണം നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ? സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ സ്ഥാപനത്തിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ? അതിലൊരു ഫീച്ചർ ആയിരുന്നു എന്ത്? ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. എപ്പോൾ വേണമെങ്കിലും കമ്പോളത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഈ കമ്പോളത്തിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യാം. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പോളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭം കിട്ടും എന്ന് വെച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് എൻ്റർ ചെയ്യും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ലാഭം കുറയില്ലേ? ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്നൊരു ഫീച്ചർ ഉള്ളത് കൊണ്ട് ദീർഘകാലയളവിൽ, ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് ഏതാണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അസാധാരണ ലാഭത്തെക്കുറിച്ചാണ്. എവിടെ? എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ സ്ഥാപനത്തിന്റെ അസാധാരണ ലാഭം. അത് ഏത്
കാലയളവിൽ മാത്രമേ കിട്ടുള്ളൂ, ഷോർട്ട് റണ്ണിൽ മാത്രം, ഹ്രസ്വ കാലയളവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. The profit earned by a firm over and above normal profit is called supernormal profit or abnormal profit. അല്ലേ, സിമ്പിളാണ്. ഒരു സ്ഥാപനത്തിന് സാധാരണയിലും അധികമായിട്ട് ലഭിക്കുന്ന വരുമാനത്തിന് അല്ലെങ്കിൽ ലാഭത്തിനെയാണ് എന്ത് പറയുന്നത്? അസാധാരണ ലാഭം. അല്ലേ, സാധാരണയിലും അധികം ലഭിക്കുന്ന ലാഭമാണ് അസാധാരണ ലാഭം എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും. ഈ വർഷത്തെ എക്സാമിന്, അതായത് ലാസ്റ്റ് പബ്ലിക് എക്സാമിന്, മാർച്ചിലെ പബ്ലിക് എക്സാമിന് ഇതൊരു എസ് ആയിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ്, വൈ ആക്സിസിലോ കോസ്റ്റ് ആൻഡ് റവന്യൂ. കാരണം ചെലവ് അതുപോലെ വരുമാന വക്രങ്ങളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ആദ്യം വരച്ച നോക്കൂ, ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടോ, പി ഈക്വൽ ടു എം ആർ ഈക്വൽ ടു എ ആർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിൻ്റെ എം ആർ കർവും അതുപോലെ എ ആർ കർവും പ്രൈസും ഡിമാൻഡ് കർവും എല്ലാം എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എന്തിനെ സമാന്തരമായിട്ട്? എക്സ് ആക്സിസിന് സമാന്തരമായിട്ട്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ SMC വരച്ചിട്ടുണ്ട്, SAC വരച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ SAVC വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഡയഗ്രാം കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം PABC എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബോക്സ് കണ്ടോ, ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, PABC. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലെറ്ററും കൊടുക്കാട്ടോ, PABC എന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനത്തിന്റെ അസാധാരണ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ, പ്രോഫിറ്റ് ആണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, PABC. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഏത് ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ താഴേക്ക് എ എന്ന് കണ്ടോ, അതായത് MCയും MRും ഈക്വൽ ആയ പോയിന്റ് ആണ് എ എന്ന പോയിന്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് താഴേക്ക് ഞാനൊരു ഡോട്ട് വരച്ചു. അവിടെ എന്ത് കൊടുത്തു? Q0 എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ OQ0 ആണ് ഔട്ട്പുട്ട്, ഉൽപ്പന്നം. ഓക്കെ ആണല്ലോ, OQ0 ആണ് ഉൽപ്പന്നം. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു പഠിക്കുക. എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ എന്താണ്, സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എസ് ആയിട്ട് ചോദിക്കും, എസ് ആയിട്ട് തന്നെ ചോദിക്കും. അതായത് തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു എസ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന് കീഴിലെ ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാക്കൽ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഒരു സ്ഥാപനത്തിന് മിനിമം ലഭിക്കേണ്ട പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഹെൽപ്പ് ദ ഫേം ടു റിമൈൻ ഇൻ ദി ബിസിനസ്. ഒരു സ്ഥാപനത്തിന് ബിസിനസ്സിൽ തുടർന്ന് പോവാൻ, വീണ്ടും അങ്ങോട്ട് തുടർന്ന് പോവാൻ വേണ്ട ഏറ്റവും മിനിമം കിട്ടേണ്ട ലാഭത്തിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീർഘകാലയളവിൽ നമ്മൾ പറഞ്ഞു, ദീർഘകാലയളവിൽ എന്തായിരിക്കും? സാധാരണ ലാഭം മാത്രമേ ഒരു സ്ഥാപനത്തിന്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു സ്ഥാപനത്തിന് കിട്ടുള്ളൂ. ആ സാധാരണ ലാഭത്തിനെ കാണിക്കുന്ന ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോങ് റണ്ണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഷോർട്ട് റണ്ണ് പറഞ്ഞ സമയത്ത് എല്ലാത്തിൻ്റെയും കൂടെ എസ് എന്നൊരു വാക്ക് വന്നു അല്ലേ, എസ് എന്നൊരു ലെറ്റർ വന്നു. എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണ്. ഇവിടെയോ ലോങ് റൺ ആണ് പറയുന്നത്, എൽ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഷോർട്ട് റണ്ണിൽ മാത്രമേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു സ്ഥാപനത്തിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അസാധാരണ ലാഭം ലഭിക്കുകയുള്ളൂ. എന്നാൽ ദീർഘകാലയളവിലോ ഒരു കാരണവശാലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കില്ല. അവിടെ നോർമൽ പ്രോഫിറ്റ്, സാധാരണ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു 2 മാർക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ബിന്ദു എന്ന് പറയും. അടച്ചുപൂട്ടൽ ബിന്ദു എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് എക്സാമിന് ചോദിക്കും. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിന് മിനിമം ലഭിക്കേണ്ട ഒരു ലാഭമുണ്ട്. ആ ലാഭം ലഭിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ലാഭത്തിന് താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിന് അവിടെ തുടർന്ന് പോകാൻ കഴിയില്ല. അതായത് ഞാൻ 100 രൂപ ചെലവഴിച്ചൊരു സാധനം ഉണ്ടാക്കുന്നു, ഞാൻ ഒന്നെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ അത് വിൽക്കണം, അല്ലെങ്കിൽ അതിന് കൂടുതൽ വിൽക്കണം, എന്നാലേ എനിക്ക് ലാഭമുള്ളൂ അല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് എത്ര രൂപയാണോ ചെലവായത് ആ ചെലവിന് തുല്യമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആ സാധനത്തിന് വില ഇട്ടിട്ട് വിൽക്കണം. എന്നാൽ എനിക്ക് 100 രൂപ ചെലവിലൊരു സാധനം ഉണ്ടാക്കി, എന്നാൽ ഞാനത് 90 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 രൂപ എനിക്ക് നഷ്ടമാണല്ലേ, 10 രൂപ എനിക്ക് ലോസ് ആണ്.
ഈ ഒരു സിറ്റുവേഷനിൽ ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്യും? ബിസിനസ്സിൽ നിന്നും നിർത്തി പുറത്തു പോകും, ഷട്ട് ഡൗൺ ചെയ്ത് പോകും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബിലോ ദിസ് പോയിന്റ് ദർ ഇസ് നോ പ്രൊഡക്ഷൻ, ദിസ് പോയിന്റ് ഈസ് ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എ ഫേം. അതായത് ABC എന്ന പോയിന്റ് കണ്ടോ, ഇവിടെ സാധാരണ കർവ് വരച്ചു കേട്ടോ. AR, MR, P ഒക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ SMC വരച്ചിട്ടുണ്ട്, SAC വരച്ചിട്ടുണ്ട്, SAVC വരച്ചിട്ടുണ്ട്. ABC എന്ന പോയിന്റ് കണ്ടോ, ABC എന്ന പോയിന്റ് അവിടെ MRന് ആ ഒരു സ്ട്രൈറ്റ് ലൈനിന് തട്ടി നിൽക്കുന്നുണ്ടല്ലേ, ആ പോയിന്റിന് താഴേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ABCയുടെ മിനിമം പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ABCയുടെ മിനിമം പോയിന്റ് എന്താണ്? അവിടെ ചെലവും അതുപോലെ നമ്മുടെ സാധനത്തിന്റെ വില എന്താണ്? ഒരേപോലെയാണ്. ആ പോയിന്റിന് താഴെ ഇനിയും പോവുകയാണെങ്കിലോ, വില കുറയാണെങ്കിലോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകേണ്ടി വരും. അല്ലേ? സിമ്പിൾ ലോജിക്കാണ്. ഞാൻ എത്ര രൂപ ചെലവാക്കി സാധനങ്ങൾ ഉണ്ടാക്കിയോ അത്ര രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമില്ല, ലാഭമില്ല, നഷ്ടമില്ല, എനിക്ക് മുടക്ക് മുതൽ കിട്ടും. എന്നാൽ അതിനെ താഴെയാണ് വിലയിട്ട് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് നഷ്ടമാണ്. കുറച്ചു കാലം മാത്രമേ തുടരാൻ കഴിയുള്ളൂ, അതിനുശേഷം ഷട്ട് ഡൗൺ ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ എന്താണ്? ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്ത് പറയാം? ABCയുടെ മിനിമം പോയിന്റിനെയാണ് അല്ലേ ഷോർട്ട് റണ്ണിൽ, ഹ്രസ്വ കാലയളവിൽ ABCയുടെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ബിന്ദു എന്ന് പറഞ്ഞാൽ. ഇവിടെ ലോങ് റണ്ണും നമുക്ക് പഠിക്കണം. ലോങ് റണ്ണിൽ എന്താണ്? ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ലോങ് റണ്ണിൽ LRACയുടെ മിനിമം പോയിന്റ് കണ്ടോ, LRAC ഞാൻ വരച്ചിട്ടുണ്ട്. LRACയുടെ മിനിമം പോയിന്റ് ആണ് ദീർഘകാലയളവിൽ ലോങ് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് രണ്ട് കാലയളവിലുണ്ട്, ഒന്ന് ഷോർട്ട് റണ്ണിലും മറ്റൊന്ന് ലോങ് റണ്ണിലും, ഹ്രസ്വ കാലയളവിലും ദീർഘകാലയളവിലും. ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ്? SABC അല്ലെങ്കിൽ ABCയുടെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ലോങ് റണ്ണിൽ ദീർഘകാലയളവിലോ LRACയുടെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്, ലാഭനഷ്ടരഹിത ബിന്ദു. ബ്രേക്ക് ഈവൻ പോയിന്റ് ആ പേരിൽ തന്നെയുണ്ട്. ലാഭമില്ല, നഷ്ടമില്ല, ലാഭനഷ്ടരഹിത ബിന്ദു, ലാഭമില്ല, നഷ്ടമില്ലാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഇത് പറയുന്നത് ലാഭനഷ്ടരഹിത ബിന്ദു അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ദ പോയിന്റ് ഓൺ LRAC കർവ് അറ്റ് വിച്ച് എ ഫേം ഏൺഡ് നോർമൽ പ്രോഫിറ്റ് ഈസ് കോൾഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ദീർഘകാലയളവില് LRAC അല്ലെ, LRACയുടെ മിനിമം പോയിന്റ് കണ്ടോ, അവിടെ വെച്ചിട്ടാണ് ഒരു സ്ഥാപനത്തിന് എന്ത് കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുന്നത്. ലാഭമില്ല, നഷ്ടമില്ല അല്ലേ. നമുക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, എനിക്ക് ഇത്ര രൂപ ചെലവ് വന്നു, 100 രൂപ ചെലവ് വന്നു, ആ സാധനം ഞാൻ 100 രൂപയ്ക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ലാഭമില്ല, നഷ്ടമില്ല അല്ലേ, ലാഭമില്ല, നഷ്ടമില്ല. എന്നാൽ 100 രൂപ മുതൽ മുടക്കിൽ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ട് 150 രൂപയ്ക്ക് വിറ്റാലോ എനിക്ക് 50 രൂപ ലാഭമാണ് ആണല്ലോ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല വിൽക്കുന്നത്. എത്രയാണോ ചെലവ് വന്നത് അത്ര ആ ചെലവിന് തന്നെയാണ് ആ സാധനത്തിന്റെ വിലയും. നിങ്ങൾ നോക്കിക്കേ, LRACയുടെ മിനിമം പോയിന്റ് നോക്കിക്കേ, ആ മിനിമം പോയിന്റിൽ വെച്ചിട്ട് തന്നെയാണ് P കിടക്കുന്നത്, പ്രൈസ് കിടക്കുന്നത് അല്ലേ. പ്രൈസ് കിടക്കുന്നത് കണ്ടോ, നമുക്കറിയാം പ്രൈസും അതുപോലെ എന്തായിരുന്നു AR, MR എല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ LRACയുടെ മിനിമം പോയിന്റിൽ വെച്ചിട്ട് തന്നെയാണ് സാധനത്തിന്റെ വിലയും നിൽക്കുന്നത്. അപ്പോൾ ലാഭമില്ല, നഷ്ടമില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മളത് പഠിച്ചു. ഇനി ഷോർട്ട് റണ്ണിൽ നിങ്ങൾ നോക്കിക്കേ, ഷോർട്ട് റണ്ണിൽ എങ്ങനെയായിരിക്കും ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാൽ SACയുടെ മിനിമം പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ലോങ് റണ്ണിൽ എന്തായിരുന്നു? LRACയുടെ മിനിമം പോയിന്റ് അല്ലെങ്കിൽ മിനിമം പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയാണ് എന്ത് കിടക്കുന്നത്? ലാഭനഷ്ടരഹിത ബിന്ദു. ഓക്കെ, ലോങ് റണ്ണിൽ. എന്നാൽ ഷോർട്ട് റണ്ണിലോ SACയുടെ മിനിമം പോയിന്റിലാണ് ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കൃത്യമായിട്ട് ഡയഗ്രാം ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതോടെ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ക്ലാസ്സിൽ നമ്മൾ റിവിഷന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ ഒരു ബേസിക് ഐഡിയ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.